പൊതുവെ ഗ്രൂപ്പ് ടൂറുകളിൽ അങ്ങനെ പ്രിഫർ ചെയ്ത് യാത്ര ചെയ്യാത്ത ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ചും ടീം ലീഡറായിട്ട് ഒരു ഗ്രൂപ്പ് ടൂറിന് പോകുക എന്ന് പറഞ്ഞാൽ വളരെ ചലഞ്ചിങ് ആയിട്ട് കാണുന്ന ഒരാളാണ്. പക്ഷെ ഗോകെയറിന്റെ ഈ ഒരു യൂറോപ്പ് യാത്ര അവർ പ്ലാൻ ചെയ്യുന്നത് പോലെ ഈ 10 ദിവസം പൂർത്തിയാകുമ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു അനുഭവമായി ഫീൽ ചെയ്തു. ഒരു പ്രത്യേകമായ കാരണം ഒരു മെറ്റിക്കുലസ് ആയ പ്ലാനിങ് തുടക്കം മുതൽ അവസാനം വരെ വളരെ ഒരു ടീമിന്റെ കൂടെ നിന്നുകൊണ്ട് പ്ലാൻ ചെയ്യുന്ന ഒരു സിസ്റ്റം ഈ ഗോകെയറിനുണ്ട് എന്നുള്ള വരുന്ന യാത്രക്കാരുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നതിൽ ഗോകെയർ വിജയിക്കുന്നു എന്നുള്ളതാണ് എന്റെ ഒരു അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പ്രത്യേകിച്ചും അക്കോമഡേഷൻ നന്നായി നല്ല ഹോട്ടലുകളിൽ താമസം ഉറപ്പിക്കുന്നത്, മികച്ച ഭക്ഷണം ഒരുക്കുന്നത്, യാത്രാ സൗകര്യം ഏറ്റവും കൺവീനിയന്റ് ആക്കി മാറ്റുന്നത്, പുതുമകളോടുകൂടി യാത്രകൾ ക്രമീകരിക്കാനും ഒക്കെ അവർക്ക് കഴിയുന്നു എന്നുള്ളത് ഗോകെയറിന്റെ ഒരു വലിയ വിജയമാണ്. എന്റെ കൂടെ യാത്ര ചെയ്തിട്ടുള്ള 30-ലധികം വരുന്ന ടീം അംഗങ്ങൾ പല പ്രദേശത്തു നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ സാധാരണഗതിയിൽ ഇത്തരം ഗ്രൂപ്പ് യാത്രകളിൽ പോയാൽ പലപ്പോഴും പരാതികളും പരിഭവങ്ങളൊക്കെ പറയുന്നവരാണ് കൂടുതലും കാണാറുള്ളത്. പക്ഷേ വളരെ മികച്ച അനുഭവത്തോടെ, ഏറ്റവും സന്തോഷത്തോടെ, ഏറ്റവും സാറ്റിസ്ഫാക്ഷനോടുകൂടി യാത്ര പൂർത്തിയാക്കുന്നു എന്ന് പറയുന്നത് വലിയ സംതൃപ്തി നൽകുന്നു. പ്രത്യേകിച്ചും ഞാനും എൻ്റെ കുടുംബവും ഈ യാത്രയിൽ ഉണ്ടായിരുന്നു. അവരൊക്കെ വളരെ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ഗോകെയറിന് ഇനിയും ഒരുപാട് നല്ല യാത്രകൾ മികച്ച രീതിയിൽ ക്രമീകരിക്കാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സിഹാൻ, താങ്ക് യു ടീം.